ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 3 വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന 11ാമത്തെ സീസണാണ് ഇത്. ഇതുവരെ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ISLൽ കളിക്കുന്ന ടീമുകളിൽ ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ഏക ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. ബാക്കി എല്ലാ ക്ലബ്ബുകളും ചുരുങ്ങിയത് ഒരു കിരീടമെങ്കിലും നേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആരാധകർ ഉയർത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട വരൾച്ച എന്ന് അവസാനിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ട്രോഫികളോട് അമിതമായ ആസക്തി പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ടീമിന് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഭിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ പ്രതീക്ഷകൾ കുറക്കുന്ന സമയത്താണ് കിരീടങ്ങൾ ലഭിക്കുക. എനിക്ക് ഒഡീഷയോടൊപ്പം അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ട്. ട്രോഫികൾ നേടണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ആഗ്രഹം ഒരിക്കലും അമിതമായ ആസക്തിയാവാൻ പാടില്ല. എന്തെങ്കിലും നേടണമെങ്കിൽ പടിപടിയായി കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ കെയർ ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകൾ നമ്മുടെ ക്ലബിനകത്തുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. ISLനെ കൂടാതെ പല കോമ്പറ്റീഷനുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഏഷ്യൻ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാൻ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ആരാധകർക്ക് വളരെയധികം നിരാശ പകരുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.